ഹലോ, എല്ലാവർക്കും കൃഷ്ണാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കലപ്പുട്ടാണ്. എല്ലാവരും കുറ്റിപ്പുട്ട് ഉണ്ടാക്കേണ്ട റെസിപ്പിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കലപ്പുട്ട് ഉണ്ടാക്കുന്നത് ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഞാനിന്ന് കലപ്പുട്ട് തയ്യാറാക്കുന്നത് ശബരിയുടെ പുട്ടുപ്പൊടിയാണ്. അത് വറുത്ത പുട്ടുപ്പൊടിയാണെങ്കിലും ഞാൻ ഒന്നുകൂടി അതിനെ ഒന്ന് വറുത്തെടുത്തു. കാരണം വറുത്തെടുക്കുമ്പോൾ ഒരു മണം വരും. ആ മണം വരുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി അതിനെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏകദേശം ഒരു 300 ഗ്രാം പുട്ടുപ്പൊടി കാണും. അതിലേക്കായിട്ട് ഞാനൊരു അരമുറി നാളികേരം ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് വെള്ളം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളം ചേർത്ത് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. പിന്നെ അരിപ്പൊടി വറുത്തത് തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങളിത് നനച്ചെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒരു വ്യത്യാസമായിട്ട് വരും. ഒരുപാട് നനയാനും പാടില്ല, നനവ് കുറവാകാനും പാടില്ല. എത്ര നോക്കിയിട്ട് നമ്മൾ ചെയ്തെടുക്കണം. ഇത് ഞാൻ വാഴയിൽ വാട്ടിയിട്ട് അതിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാനാണ് കരുതിയത്. സമയത്ത് തന്നെ അസൽ മഴ, എനിക്കിപ്പോൾ പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാനിന്ന് ശീല വിരിച്ചിട്ടും ചെയ്യാറുണ്ട്. ഇന്ന് ശീല വിരിച്ചിട്ടാണ് ചെയ്യാറ്. നല്ല കോട്ടൺ തുണി, വൃത്തിയുള്ള വെള്ള തുണി ഉണ്ടെങ്കിൽ അതൊന്ന് നനച്ച് കഴുകി വൃത്തിയാക്കി നമുക്ക് ഇഡ്ഡലി പാത്രത്തിലോ സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിലോ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ വരണം. അത് കഴിഞ്ഞ് ഇങ്ങനെ പൊടിഞ്ഞ് വീണം. ഇപ്പോൾ പാകത്തിന് നനഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ നാളികേരം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. മറ്റേ കുറ്റിപ്പൂട്ടിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ടേസ്റ്റ്. പിന്നെ അത് മാത്രമല്ല, ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്. ഒരേ ഒരു തവണ തന്നെ ഇത് ഒരുമിച്ച് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്കിനി ഇത് ഇനി ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ചിട്ട് വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം തിളച്ചപ്പോൾ ഞാൻ അതിലേക്കൊരു ശീല വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ ഏറ്റവും അടിയിലത്തെ തട്ടുമല്ല മുകളിലത്തെ തട്ടുമല്ല, ഇടയിലത്തെ തട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ വെള്ളം ചൂടായി ആവി വരാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ഈ നനച്ച് വെച്ചിരിക്കുന്ന പൊടി മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. ഇത് വളരെ എളുപ്പവും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഒരു 15 നിമിഷം കൊണ്ട് നമുക്ക് ഈ പുട്ടുണ്ടാക്കി എടുക്കാവുന്നതാണ്. അതിന് ശേഷം അതിനെ മൂടി കൊടുക്കുക. 4 ഭാഗവും നല്ലപോലെ 4 ഭാഗത്തുനിന്നും മൂടി കൊടുക്കുക. ശേഷം അടച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു. ഇത് പാകമായോ എന്ന് നോക്കാം. പുട്ടിവിടെ വെന്ത് പാകമായിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിനെ ഈ തുണികളെ നേരത്തെ പോലെ തന്നെ കൂട്ടിപ്പിടിച്ച് ഇങ്ങോട്ടെടുക്കാം. നമ്മുടെ കലപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ വരുന്നത് പഴമാണ്. ചെറുപഴമോ നേന്ത്രപ്പഴമോ എന്താണെങ്കിലും നമുക്കത് നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് പുട്ടും പഴവും. തണുപ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ മസാലകളുള്ള ഭക്ഷണങ്ങൾ അധികം കഴിക്കാത്തതാണ് നല്ലത്.
എല്ലാവരും ചെയ്യുന്നുണ്ടാവും, ഇതുപോലെ കലപ്പൂട്ടൊക്കെ ചെയ്യാറായിട്ടുണ്ടാവും. പിന്നെ ഒന്നുകൂടി ഹെൽത്തി ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു. വാഴയില വാട്ടിയിട്ട് അത് തട്ടിൻ്റെ മേലെ വെച്ച് ഒരു വാഴ ഇല കൊണ്ട് തന്നെ മൂടിയ ശേഷം അത് വേവിച്ചെടുത്ത് ആ വാഴയിലൊരു പോഷക ഗുണമുണ്ട്, അതുകൂടി നമുക്ക് കിട്ടും. അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇന്നിപ്പോൾ മഴ കാരണം എനിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ് ഞാനിന്ന് ശീല വിരിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കാണും വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.